ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് രണ്ടാമത്തെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കോളൂ. സെക്കൻഡ് വീഡിയോയിൽ ചെയ്യാൻ പോണേ ഹെഡിങ് എഴുതിക്കോ ഡീറ്റെയിൽ ആയിട്ട്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇത് സംസാരിക്കില്ല. മൊമെന്റ് ഓഫ് ഇനേഷ്യ ബ്രാക്കറ്റിൽ ഐ എന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയി. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റൊട്ടേറ്റർ ചെയ്യാൻ സാധ്യതയുള്ളൊരു ബോഡി, ഷേപ്പുള്ള ബോഡിയോ ഷേപ്പില്ലാത്ത ബോഡിയോ എങ്ങനെ വരച്ചാലും എനിക്ക് വിരോധമില്ല. ഞാൻ പ്രത്യേകം ഷേപ്പ് ഒന്നും വരച്ചിട്ടില്ല. പക്ഷേ ഈ ബോഡി കറങ്ങുന്നതായി സങ്കല്പിക്കാൻ പോണേ. കറങ്ങുന്ന ആക്സിസ് വരയ്ക്കണം. കറങ്ങുന്ന ആക്സിസിനെ ഞാൻ എക്സ് വൈ എന്ന് പേരിട്ടിട്ടുണ്ട്. ഓ എന്ന പോയിന്റിൽ കൂടി തുളച്ച് കടത്തിയിരിക്കുന്ന ഒരു ആക്സിസ് ആണ്. ഞാൻ കാണിക്കാം അവിടെ എങ്ങനെയാണ്. ഒരു നോട്ട്ബുക്ക് വെച്ച് കാണിക്കാം. സോ ദിസ് ഈസ് എ ബോഡി. ഇങ്ങനെ വെച്ചേക്കണോ? ഞാനിപ്പോൾ ഈ രണ്ട് വിരലിങ്ങനെ ടച്ച് ചെയ്യണം. നോക്കും, ഇവിടെ ഒരു വിരൽ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പറേ ഈ വിരലും ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി ഒരു തുളച്ചിട്ട് കമ്പി കടത്തിയെന്ന് വിചാരിക്കട്ടെ, ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ആ കമ്പിയിൽ വച്ചിട്ട് ഇതിനെ ഇങ്ങനെ കറക്കിയെടുക്കാൻ പോണെങ്കിൽ ഇമാജിൻ ഒരു ഇറുക്കിൽ ഒരു കമ്പി ഇങ്ങനെ കടത്തി അത് നമ്മൾ വേറെ രണ്ടുപേരെ അപ്പുറം ഇപ്പുറം പിടിച്ചോണ്ട് ക്ലാമ്പ് ചെയ്തേക്കും. ആ സ്റ്റിക്ക് അല്ലെങ്കിൽ ആ കടത്തിയേക്കണ ആസ് അവിടെ ഇവിടെയും ക്ലാമ്പ് ചെയ്തേക്കും. രണ്ട് ചുമരിടും. അപ്പോൾ ഇത് തൂങ്ങി കിടക്കുമല്ലോ. എന്നിട്ട് ഇതിനെ ഞാൻ തട്ടിക്കഴിഞ്ഞാൽ കറങ്ങില്ല. വേണമെങ്കിൽ കറങ്ങി തിരിഞ്ഞിങ്ങനെ വരാലോ. ഈ ആസിഡിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ തിരിഞ്ഞു വരാലോ. അതാണ് ഈ വരച്ചത്. ഇവിടെ ഷേപ്പ് ഉണ്ട്, നീളവും വീതിയുണ്ട്, പ്രത്യേക ഷേപ്പ് ഉണ്ട്. ഇവിടെ ഷേപ്പ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഷേപ്പ് ഉണ്ടോ ഇല്ലോ എന്നുള്ള വിഷയമല്ല. പക്ഷേ ഈ ബോഡിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് വിഷയം. എക്സ് വൈ എന്ന ആക്സിസ് ബോഡിയുടെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ഞാനിപ്പോൾ ബുക്ക് ഇങ്ങനെയല്ലേ കാണിച്ച്, ആക്സിസ് ഇങ്ങനെയല്ലേ കാണിച്ച്. അപ്പോൾ ആ ബുക്കിൻ്റെ പ്ലെയിന് ഒരു ബോഡിയായിട്ട് ഞാൻ ഷേപ്പുള്ളൊരു ബോഡി എടുത്തൊരു ബുക്ക് എന്നിട്ട് തുളച്ചൊരു ആക്സിസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതാണ് ആക്സിസ്. അപ്പോൾ ഇത് ബോഡിയിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇവിടെ എക്സ് വൈ എന്ന ആക്സിസ് ഓ എന്ന പോയിന്റിൽ കൂടി തുളച്ചു പോയേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും മാനം വിട്ട് വരച്ചത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങ് വരയ്ക്കാൻ പറ്റുന്നില്ലേ. എനിക്കിതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പടം കൺഫ്യൂസിങ് ആണ്. ഇപ്പം എക്സ് വൈ എന്ന ലൈൻ ആ ബോഡിയുടെ പ്ലെയിനിലാണെന്ന് തോന്നുന്നു. ബോഡിയുടെ പ്ലെയിനിലല്ല, ബോഡിയുടെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയൊരു പ്ലെയിനിലാണ്. ഓ എന്ന പോയിന്റ് അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ബോഡിയിൽ കിടക്കുന്നൊരു പോയിന്റാണോ, അതിൽ കൂടി ഇങ്ങനെ തുളഞ്ഞു പോയേക്കാണ് കുത്തനെ. അപ്പം ഇങ്ങനെയാണ് എക്സ് വൈ സങ്കല്പിക്കേണ്ടത്. ഇതാണ് ബോഡിൻ്റെ പ്ലെയിനിൽ ബോഡി വരയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷേ എക്സ് വൈ ഇങ്ങനെ ബോഡിയിലല്ല. എക്സ് വൈ എന്ന ആക്സിസ് ബോഡിന് ലംബമായ പെർപെൻഡിക്കുലറായ ഒരു അലൈൻമെൻ്റാണ്. ഇങ്ങനെയാണ് തുളഞ്ഞ അകത്തേക്ക് പോയേക്കുന്നത്. അങ്ങനെ ആ എക്സ് വൈ എന്ന ആക്സിസിൽ ഈ ബോഡി കിടന്ന് കറങ്ങുന്നു എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് ഐ എന്നിട്ടേ കൊണ്ടുവരാൻ പറ്റും. ഒരു ചെറിയ ഇലസ്ട്രേഷൻ വഴി നമുക്ക് ഐ എന്നിട്ട് എളുപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂട്ടത്തിൽ എൻ്റെ ഒപ്പം വരച്ചു പോകേണ്ടത് ഒരു R1 എന്ന അകലത്തിൽ M1 എന്നൊരു മാസ് പാർട്ടിക്കിൾ കാണിക്കണം. R2 ദൂരത്തിൽ എവിടെ നിന്ന് അതേ ആക്സിസിൽ നിന്ന് തന്നെ M2 എന്നൊരു മാസ് പാർട്ടിക്കിൾ കാണിക്കണം. R2 ദൂരത്തിൽ. R3 എന്നൊരു അകലത്തിൽ M3 മാസുള്ള പാർട്ടിക്കിൾ കാണിക്കണം. R3 ദൂരത്തിൽ. R3 ഈസ് എ ഡിസ്റ്റൻസ്. R4 എന്ന് പറയുന്നത് വേറൊരു ദൂരമാണ് കേട്ടോ. അവിടെ M4 എന്ന മാസ് പാർട്ടിക്കിൾ കാണിക്കണം. ഇങ്ങനെ 4-5 പാർട്ടിക്കിളെങ്കിലും കാണിക്കുക. R5 എന്ന ദൂരത്തിൽ M5 എന്നൊരു പാർട്ടിക്കിൾ കാണിക്കുക. R5 എന്ന ദൂരത്തിൽ M5 എന്നൊരു പാർട്ടിക്കിൾ കാണിക്കുക. എന്നിട്ട് ഈ ബോഡി ഷേപ്പുള്ളതോ ഷേപ്പില്ലാത്തതോ ഒരു ബോഡിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കാം. ഈ ബോഡി കറങ്ങുന്ന ഒരു ആരോ ഇങ്ങനെ ഇടണം. ഒമേഗ എന്നോട് എഴുതണം. നേരത്തെ പറഞ്ഞ ഒമേഗ തന്നെയാണ്. ഇങ്ങനെ കർവിൽ കൂടി ഒരു ആരോ ഇടുക. സ്ട്രെയിറ്റ് അല്ല ആരോ, വളച്ചൊടിച്ച് ഇങ്ങനെ ഒരു ആരോ ഇടുക. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബോഡി കറങ്ങുന്നു എന്നാണ്. ബോഡി കറങ്ങുന്ന ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ എന്ന് എഴുതി. കറങ്ങുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഒരു സെക്കൻഡിൽ 5 കറക്കത്തൊക്കെ പറഞ്ഞല്ലോ ഫാൻ്റെ കേസിൽ. കറങ്ങുമ്പോൾ കറക്കത്തിൻ്റെതായ ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ. അതാണ് ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ്. ഒരു ബോഡി തിരിയുന്ന അതേ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ബോഡിക്ക് റൊട്ടേഷന് ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ. ആ റൊട്ടേഷണൽ വെലോസിറ്റിയാണ്, അതായത് ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ പടത്തിൽ ഇപ്പം എന്തൊക്കെയുണ്ട്? ഷേപ്പൊന്നും ഇല്ലാത്ത ഒരു ബോഡി. ഷേപ്പുള്ള ബോഡി ആയാലും തെറ്റൊന്നുമില്ല. ഇനി ബോഡിയെ സങ്കല്പിക്കണം. റിജിഡ് ബോഡിയാണെന്ന് സങ്കല്പിക്കണം. വാട്ട് യു മീൻ ബൈ റിജിഡ് ബോഡി? ബോഡി കറങ്ങുമ്പോഴും കറങ്ങാതിരിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ഷേപ്പ് ഇപ്പം എന്താണോ അങ്ങനെ തന്നെ. ഞാനിപ്പോൾ ഈ ബുക്ക് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കിയാൽ ബുക്കിനെ തുളച്ചിട്ട് ഇങ്ങനെ ആക്സിസ് ഉണ്ടാക്കിയിട്ട് ആ ആക്സിൽ എന്താണ് ലൂസായിട്ട് ഇങ്ങനെ നിന്ന് കറങ്ങുമ്പോൾ ആക്സിസ് അത് ലൂസാണ്. അപ്പോൾ അത് കറങ്ങിക്കോളും.
ആ ഹോൾ അല്പം വലുതാണ്. അപ്പോൾ ആ ലൂസിലി ആയിട്ടുള്ള ആ ഹോളിൽ കിടന്ന് ആ ബുക്ക് ഇങ്ങനെ കറങ്ങിക്കോളും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബുക്കിൻ്റെ ഷേപ്പ് മാറുമോ? കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഷേപ്പ് മാറുമോ? ഇല്ല. എന്നാൽ ഷേപ്പ് മാറാണെങ്കിൽ അങ്ങനത്തെ ബോഡി റിജിഡ് ബോഡി അല്ല എന്ന് പറയുന്നത്. റബ്ബർ ഷീറ്റാണെന്ന് വിചാരിക്കട്ടെ ഈ കറങ്ങുന്നത്, ചിലപ്പോൾ കറങ്ങുമ്പോൾ അത് വലിയും, റബ്ബർ ഇങ്ങനെ വലിഞ്ഞു കൊടുക്കും. ഒരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ആ ബലൂണിൻ്റെ ഊതുന്ന ഭാഗം ഉണ്ടല്ലോ, ആ മൗത്ത്, ആ എയർ അടിക്കുന്ന ആ ഭാഗം, അതിൽ കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ നിറയ്ക്കുക. എന്നിട്ട് കയ്യിൽ അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കി, വലിഞ്ഞുകൊണ്ടേയിരിക്കും ബലൂൺ. കാരണം അത് ഫ്ലെക്സിബിളാണ്, റിജിഡ് ബോഡി അല്ല. എ ബലൂൺ ഈസ് നോട്ട് എ റിജിഡ് ബോഡി ബിക്കോസ് if you set that balloon into rotation, കുറച്ച് വെയിറ്റ് കിട്ടാനാണ് അതിൽ എയർ നിറയ്ക്കുന്നതിന് വരെ വെള്ളം നിറയ്ക്കണം. എയർ നിറയ്ക്കുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടാവില്ല, അപ്പോൾ കറക്കാൻ ഇങ്ങനെ പറന്ന് കിടക്കും. അപ്പോൾ വെള്ളമോ അല്ലെങ്കിൽ മണലോ എന്തെങ്കിലും കുത്തി നിറച്ച് കഴിഞ്ഞാൽ എൻ്റെ തുമ്പത്ത് പിടിച്ചിട്ട് ഒക്കെ കറക്കാൻ പറ്റും. കറങ്ങുമ്പോൾ നോക്കിക്കൊള്ളുന്നത് വലിഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി ആണെങ്കിൽ കറങ്ങിയാലും ശരി, നീങ്ങിയാലും ശരി, റെസ്റ്റ് ഇരുന്നാലും ശരി, ഷേപ്പ് എന്താണോ ഷേപ്പ് ആ ഷേപ്പിൽ എപ്പോഴും നിലനിൽക്കണം. എന്നാലേ നമുക്ക് റിജിഡ് ബോഡി എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന ബോഡീസിലൊക്കെ പ്രത്യേകത എങ്ങനത്തെ ബോഡിയാണ്? എനി ബോഡി വാട്ട് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് ചാപ്റ്റർ ദാറ്റ് ഈസ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി ഈസ് എ ബോഡി ഹൂസ് ഷേപ്പ് എന്തെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്താണോ ഷേപ്പ്. ഇതിൻ്റെ ആകൃതി എന്താണെന്ന് വെച്ചാൽ റെക്ടാങ്കുലർ ആണ്, നീളമുണ്ട് വീതിയുണ്ട്. അപ്പോൾ ഈ ബുക്ക് അല്ലെങ്കിൽ പേപ്പറിൻ്റെ ആകൃതി നീളവും വീതിയുണ്ട്, അപ്പോൾ റെക്ടാങ്കുലർ ആണ്. ഈ പേനയുടെ ആകൃതി ഏറെക്കുറെ സിലിണ്ടറിക്കലാണ്. ഈ ടോപ്പ് ഇങ്ങനെ തള്ളിയിരിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കിയാൽ ബാക്കി ഭാഗം ഏറെക്കുറെ സിലിണ്ടറിക്കലാണ്. ഇവിടെ വരുമ്പോൾ ഇത്തിരി വണ്ണം കുറയുന്നുണ്ട്, ഇവിടെയൊക്കെ ഷെയ്ഡിങ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് സിലിണ്ടർ അല്ല, എന്നാൽ ഏറെക്കുറെ സിലിണ്ടറിക്കലാണ്. സ്പെറിക്കൽ ബോഡി, ഒരു ബോൾ, ക്രിക്കറ്റ് ബോൾ, സ്പെറിക്കൽ ബോഡി. ഐസ്ക്രീം ബോൾ, ഐസ്ക്രീം, സ്പെറിക്കൽ ബോഡി. ഒരു കാരണം അതിൻ്റെ ഷേപ്പ് ഉണ്ട്, പ്രത്യേക ഷേപ്പാണ് അത്, പ്രത്യേക ഷേപ്പ് അല്ല. ഈ മൊബൈലിലും പ്രത്യേക ഷേപ്പ് ഉണ്ട്, ഈ സ്റ്റാൻഡിന് വേറെ ഷേപ്പാണ്. അപ്പോൾ ഓരോ ബോഡിക്ക് ഓരോ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഷേപ്പല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കറങ്ങുമ്പോൾ ബോഡിയുടെ ആകൃതിയിൽ മാറ്റം വരും, ആ ഷേപ്പിൽ മാറ്റം വരുമോ എന്നാണ്. എന്താകൃതിയാലും വരുമൊന്നുമില്ല, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആകൃതിയിൽ നിലനിൽക്കണം. റിജിഡ് ബോഡി എന്ന് പറയാൻ പറ്റും. ആ റിജിഡ് ബോഡി റൊട്ടേഷനാണ് പഠിക്കാൻ പറ്റും. അവിടെയാണ് നോക്കി ഐ എന്നതേ കൊണ്ടുവരാൻ പറ്റും. ഇത് ഇവിടുന്ന് ഐ എന്നതേ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിഫൈൻ ചെയ്യാം. M1 എന്ന മാസ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു. ഡെഫിനിഷൻ പറയാൻ പോകുന്നത്, ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളുടെ മാസ് ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ എവിടെ നിന്ന് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഏത് ആക്സിലാണ് ഈ ബോഡി കറങ്ങുന്നത്? XY എന്ന ആക്സിസ്. ഏതിൽ കൂടി കടന്നു പോയേക്കണം? O എന്ന പോയിന്റിൽ കൂടി കടന്നു പോയേക്കണം. O എന്ന പോയിന്റിൽ നിന്ന് M1 എന്ന മാസ് പാർട്ടിക്കിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ എത്ര ദൂരമുണ്ട്? R1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ R1 മീറ്റർ ദൂരമുണ്ട്. അതിൻ്റെ സ്ക്വയർ ആണ് എടുത്തേക്കണേ, R1 സ്ക്വയർ. എന്നിട്ട് M1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് M1 എന്ന മാസ് പാർട്ടിക്കിൾ. ഞാൻ പറഞ്ഞു പോകേണ്ടത് M1 എന്ന മാസ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. M2 എന്ന മാസ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ M2 R2 സ്ക്വയർ. M3 എന്ന മാസ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ M3 × R3 സ്ക്വയർ എക്സെട്രാ പ്ലസ്. എന്തോരം പ്ലസ് എന്ന് പറയട്ടെ. ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന എത്ര പാർട്ടിക്കിൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. N പാർട്ടിക്കിൾസ് ഉണ്ട് ഈ ബോഡിയിൽ. എന്ന് പറയുന്ന നമ്പറാണ്. ചിലപ്പോൾ 10,000 പാർട്ടിക്കിൾസ് ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പറയുന്ന ബുക്കിൽ ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ബോഡിയിൽ 10,000 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതേമാതിരി 1 2 3 4 എന്നൊക്കെ മാസമായതുകൊണ്ടാണ് M1 M2 M3 അങ്ങനെയൊക്കെ എഴുതി. അങ്ങനത്തെ മാസമുള്ള പാർട്ടിക്കിൾസ് ഒരു ബോഡിയെ സംബന്ധിച്ച് എന്തോരം വേണമെങ്കിലാകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെയിറ്റ് ഓഫ് ദ ബോഡി. ആ ബോഡിക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സൈസ് മാത്രമല്ല, എത്ര ഡെൻസറാണ്, നല്ല ഹാർഡാണോ. എയർ എന്ന് പറയുമ്പോൾ വലിയ ഹാർഡല്ല, എന്നാൽ വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡാണ്. ഒരു ഇരുമ്പിൻ്റെ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡാണ്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരു സോളിഡ് ബോഡിയിൽ കൂടുതലായിരിക്കും. ലിക്വിഡിൽ അത്ര ഉണ്ടാവില്ല, ഗ്യാസിൽ അത്രയും കൂടി ഉണ്ടാവും. കാരണം മോളിക്യൂൾസ് ആർ സിറ്റുവേറ്റഡ് ഫാർ അവേ ഫ്രം ഈച്ച് അതർ. എവിടെ? ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ലിക്വിഡിൽ അത്ര അകലെയല്ല, എന്നാലും കുറച്ച് അകലുണ്ട്. സോളിഡിൽ പാക്ഡ് ആണ്. മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. അപ്പോൾ എത്ര പാർട്ടിക്കിൾസ് കൊണ്ടാണോ ബോഡി ഉണ്ടാക്കിയേക്കണേ? N പാർട്ടിക്കിൾസ് കൊണ്ടെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുക. ബോഡി ഉണ്ടാക്കിയിരിക്കുന്നതായി സങ്കല്പിക്കാവുന്ന N വ്യത്യസ്ത മാസ് പാർട്ടിക്കിൾസിനെയാണ് ഞാൻ M1 M2 M3 എന്നിങ്ങനെ Mn വരെ വിളിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് വരച്ചില്ല, nth പാർട്ടിക്കിൾ വരച്ചില്ല. ഞാൻ 5 പാർട്ടിക്കിൾ വരച്ചു. അങ്ങനത്തെ ഒരു nth പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ nth പാർട്ടിക്കിളുടെ മാസാണ് Mn. ആ nth എണ്ണാമത്തെ 50 ആണെങ്കിൽ 50-ാമത്തെ, 500 പാർട്ടിക്കിൾ ആണെങ്കിൽ 500-ാമത്തെ, 1000 പാർട്ടിക്കിൾസ് ബോഡിയിലുണ്ടെങ്കിൽ 1000-ാമത്തെ
പാർട്ടിക്കിളിൻ്റെ മാസാണ് M1000 എന്ന് എഴുതാൻ പറ്റുക. ഇവിടെ M5 വരെ എഴുതി, M6, M7 എത്ര എഴുതാം. ഡിപ്പെൻസ് അപ്പോൾ എത്ര ഹെവിയാണ് ബോഡി, എന്താ അതിൻ്റെ ഡെൻസിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യും, എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതിലേക്ക് വേണ്ട കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. N പാർട്ടിക്കിൾസ് ഉണ്ട്. N പാർട്ടിക്കിൾസിൻ്റെ മാസം ഏതൊക്കെയാണ്? M1, M2, M3 എക്സെട്ര Mn. ആ N പാർട്ടിക്കിൾസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കുള്ള ദൂരം എത്രയാണ്? എവിടെ നിന്നാണ് അളക്കുന്ന ദൂരം? ഫ്രം ദി ആക്സിസ് XY. ആക്സിസ് കടത്തേക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ അളക്കുന്ന ദൂരം R1, R2, R3 എക്സെട്ര Rn. എങ്ങനെയാണ് ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിർവചിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഡെഫിനിഷൻ? മാസ് ഓഫ് ദ പാർട്ടിക്കിൾ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അത് ഡെഫിനിഷനാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഒരു പാർട്ടിക്കിളിന്റെ മാസ് ഇൻറ്റു ആ പാർട്ടിക്കിൾ സ്ഥിതി ചെയ്യുന്ന അകലത്തിന്റെ സ്ക്വയർ. അതാണ് ആ പാർട്ടിക്കിളിന്റെ എന്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് സമ്മപ്പ് ചെയ്താൽ കിട്ടുന്നതാണ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഞാൻ I എന്ന് എഴുതാൻ പോകുന്നു കേട്ടോ. ഇവിടെയാണ് I എന്ന് എഴുതിയിട്ട് I എന്ന ചിഹ്നം ഇങ്ങനെ മറ്റൊരു നൊട്ടേഷൻ എഴുതാം. സിഗ്മ എന്ന് വായിക്കണത് സിഗ്മ എന്ന് വായിക്കും. എന്നിട്ട് ചെറിയൊരു I എഴുതാം. I ആയിട്ട് വ്യത്യാസമുണ്ട്. ഈ I എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. 1 to n എന്ന് വായിക്കണതിന്. എന്നിട്ട് ഇവിടെയാണ് എഴുതി ചേർക്കാൻ പോണത് MI/RI² എന്നാണ്. ഇതിന് മീനിങ് ഞാൻ പഠിപ്പിക്കുക, എന്നിട്ട് എഴുതിയാലും മതി. അപ്പോൾ ഈ ബോഡി വരച്ചിട്ട് കൂട്ടത്തിൽ ഒമേഗ നിങ്ങൾ ഒരു കർവ് ആരോ വരച്ചെഴുതി. എന്നിട്ട് റിജിഡ് ബോഡിയൊക്കെ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ കൂട്ടത്തിൽ എഴുതി പോകണം. I equal to M1R1² plus M2R2² plus M3R3² etc. plus MnRn² is the moment of inertia of the body. Is the moment of inertia of the body. Is the moment of inertia of the body. Moment of inertia of the body. ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ബോഡി. ബ്രാക്കറ്റിൽ എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ്. ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ്. ഈസ് ഡിഫൈൻഡ് ആസ്. എങ്ങനെ ഡിഫൈൻ ചെയ്യണം? ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കണം. ഗുണനഫലമാണ്. പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദി പാർട്ടിക്കിൾ. എവിടെ നിന്നെന്ന് പറയണം? ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഡിസ്റ്റൻസ് പറയുമ്പോൾ എവിടെ നിന്ന് അളന്നു എന്ന് പറയണം. എന്നിട്ട് പറയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ഡിസ്റ്റൻസ് അല്ല, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ. എവിടെ നിന്ന് അകലെ അളന്നേക്കണേ? ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോ. ഇപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ നിർവചനം, അതായത് ഡെഫിനേഷനായി. അത് വെച്ചിട്ടാണ് ഈ മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനി അതിനെ ഒരു സിമ്പിൾ വെച്ച് എഴുതാനും കൂടി പഠിക്കണം. സിഗ്മ അടുത്ത സ്റ്റെപ്പിൽ I equal to സിഗ്മ. സിഗ്മ എന്ന് വായിക്കണം. എന്ന് വെച്ചാൽ കൂട്ടിയെടുക്കണം. അടിയിൽ ചെറിയ I എന്ന് എഴുതണം, ഈക്വൽ ടു 1 എഴുതണം, മുകളിലേക്ക് എഴുതിയുടെ N എഴുതണം. അതിന് മീനിങ് എന്താണെന്ന് പറയട്ടെ? I എന്നതൊരു വേരിയബിളാണ്. അപ്പോൾ MI/RI² 1 ഇട്ടാൽ എന്ത് വരും? MI/RI² Iക്ക് വരെ 1 ഇട്ടാൽ എന്ത് വരും? M1R1². മുകളിലേ നോക്കി M1R1². പ്ലസ് ഇടാൻ കാരണം എന്താ? സിഗ്മ ഉണ്ട്. സിഗ്മയുടെ മീനിങ് എന്താ? പ്ലസ് ചെയ്യുക, അതായത് ആഡ് ചെയ്യാന്ന്. Iക്ക് വരെ 2 ലെറ്റർ കൊടുത്താൽ ഇത് എന്തായി? MI/RI² സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായി? M2R2². ഇതാണ് പ്ലസ് ഇടാൻ കാരണം എന്താ? പിന്നെ പ്ലസ് ഇടാൻ കാരണം എന്താ? ഇനി പ്ലസ് ചെയ്യാൻ പോകണം. I എന്ന വേരിയബിള് അതാണ് I. ഈ I തന്നെയാണ് ഈ RI MI എന്ന് കഴിയുന്ന I ഉണ്ടല്ലോ, അതാണ് I. എന്ന് പറഞ്ഞാൽ N വരെ സമപ്പ് ചെയ്യണം. അപ്പൊ ഈ സിഗ്മയുടെ മീനിങ് എന്താ? സിഗ്മ MI/RI². I വേരീസ് ഫ്രം 1 to n. ഈ I എന്ന് പറഞ്ഞാൽ വലിയ I ആണ്. അതാ പഠിക്കാൻ പോണതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ I എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1, 2, 3, 4 എണ്ണൽ സംഖ്യയാണ്. അപ്പൊ MI/RI² സമ്മേഷൻ N എന്ന സംഖ്യ വരെ ചെയ്യാൻ. അപ്പൊ M1R1² പ്ലസ് M2R2² പ്ലസ് M3R3² എന്നിങ്ങനെ സമ്മപ്പേണ N പാർട്ടിക്കിളിന്. ശരി, ഈ സ്റ്റെപ്പിനെ ഇങ്ങനെ എഴുതിയാലും മതി. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. I is equal to, ഇവിടെയാണ് എഴുതിയത് ചെറിയ I equal to 1 to n എന്നാണ്. ഇനി ഞാൻ അതൊന്നും എഴുതാൻ പോണില്ല, വലിയ എണ്ണം കൊണ്ട് എഴുതാൻ പോണേ. അത് ബോഡിയുടെ മാസാണ്. ഒരു K² എന്ന് എഴുതാൻ പോണേ. എന്താണ് K എന്ന് പറയാം?
ഇവിടെ എന്താണ് കെ എന്ന് പറയാം, അപ്പോഴേ ഈ ടോപ്പിക് പൂർത്തിയാവുള്ളൂ. I = mk². ഇനി സിഗ്മ ഒന്നും വേണ്ട. സിഗ്മയൊക്കെ പറയുന്നത് പാർട്ടിക്കിൾ വെച്ച് പറയുമ്പോഴാണ്. ഇത് പാർട്ടിക്കിൾ വെച്ചല്ല പറഞ്ഞേക്കണേ. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത് ഇപ്പൊ അവസാനം പറഞ്ഞു നിർത്തിയേക്കുന്നത് പാർട്ടിക്കിൾ വെച്ചിട്ടല്ല. തുടങ്ങിയത് പാർട്ടിക്കിൾ വെച്ചിട്ടാണ്, സമ്മതിച്ചു. ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, രണ്ടാമത്തേതിന്റെ, മൂന്നാമത്തേതിന്റെ, nth പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എല്ലായിടത്തും സമ്മപ്പ് ചെയ്തു. അപ്പൊ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടി. എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേഷ്യ ഓഫ് ദ ബോഡി. എന്താണ് റൊട്ടേഷണൽ ഇനേഷ്യ? ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് സ്വയം തിരിയാനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ കറങ്ങുന്നൊരു ബോഡിക്ക് സ്വയം നിൽക്കാനുള്ള കഴിവില്ലായ്മ. ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഫ്രം റെസ്റ്റ് ടു റൊട്ടേഷൻ, അല്ലെങ്കിൽ റൊട്ടേഷൻ ടു റെസ്റ്റ്. രണ്ട് ടൈപ്പ് റൊട്ടേഷണൽ ഇനേഷ്യാണ്. അതുമായി ബന്ധമുള്ളൊരു ടേമാണെന്ത്? ഐ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് റൊട്ടേഷണൽ ഇനേഷ്യ. ലീനിയർ മെക്കാനിക്സിൽ പഠിച്ചതെന്താ? മാസ് ഈസ് എ മെഷർ ഓഫ് ലീനിയർ ഇനേഷ്യ. ഇവിടെ എന്ത് പഠിക്കണം? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേഷ്യ. അതായത് അളക്കും. മാസം അളക്കാലോ, കിലോഗ്രാമിൽ അല്ലെങ്കിൽ ഗ്രാമിൽ, ഒരു ത്രാസിൽ വെച്ച് അളക്കാലോ മാസം. അതേമാതിരി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇങ്ങനെ അളക്കും. ഇങ്ങനെ അളക്കും. ഒരു പാർട്ടിക്കിളിന്റെ മാസ് ആയിരുന്നു, ആ പാർട്ടിക്കിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള അകലത്തിന്റെ സ്ക്വയർ എക്സെട്ര സമ്മപ്പ് ചെയ്യും. ഈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിയാലും മതിയല്ലോ. ഇതിന് പകരം വേറെ ഒരു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പൂർത്തിയാവും. ഈ എം എന്താ? ബോഡിയുടെ മാസം. ഞാനിപ്പോൾ ബുക്കാണ് ബോഡി ആയിട്ട് എടുത്തെങ്കിൽ ആ ബുക്കിൻ്റെ മാസ് 500 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം. ഈ പേനയാണ് ബോഡി ആയിട്ട് എടുക്കുന്നതിൽ ഇതിൻ്റെ മാസം 100 ഒരു എത്ര 15 അല്ലെങ്കിൽ 20 ഗ്രാം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. 15 വെയിറ്റ് കുറവല്ലേ, 15-20 ഗ്രാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇതിൻ്റെ റൊട്ടേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു. മാസ്. അപ്പം കറങ്ങുന്ന ബോഡി ആരാണോ അതിൻ്റെ മാസ്. അപ്പോൾ ഈ കുപ്പി ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിങ്ങനെ കറക്കാൻ പോകുന്നു, റൊട്ടേറ്റ് ചെയ്തു. അപ്പം ഇതിൻ്റെ മാസ് എവിടെയാണെന്ന് പറയണം? കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ മാസ്. അതിൻ്റെ പേരാണ് സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി. നിങ്ങൾ സർക്കസ് കണ്ടിട്ടുണ്ടാകും. സർക്കസിൽ നിങ്ങളൊരു കൊച്ചുകുട്ടിയെ ഒരു കോലിൽ വയറിൽ താങ്ങി പിടിച്ച ആ കൊച്ചിനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടാകും. ഒരു കോലും വേണം, ഒരു കൂർത്ത ഈ പോൾവാൾട്ടൊക്കെ ഇല്ലേ, നമ്മൾ ജാവലിൻ്റെ ഒക്കെ കൂർത്ത അറ്റം ഉണ്ടല്ലോ, ആ ജാവലിൻ ത്രോ അല്ല കൂർത്ത, അത്രയും കൂർത്ത അറ്റത്തിൽ വയറുമ്പോൾ ഇങ്ങനെ താങ്ങി നിർത്തും. കൊച്ചിങ്ങനെ കവിഞ്ഞെടുക്കായിരിക്കും. ഒരു 10 വയസ്സല്ലേ 12 വയസ്സുണ്ടാവും കൊച്ചിനകത്ത്. അതിൻ്റെ വയറൊക്കെ പ്രത്യേകം എന്താണ് റഫാക്കിയിട്ടുണ്ടാവും, ഈ തുളഞ്ഞ് കയറാതിരിക്കും. ടെക്നിക്കാണ്. അത് ആ സർക്കസാർക്കറിയാം എന്താ ചെയ്യുന്നത്. ഓയിലൊക്കെ പുരട്ടി അവരെ കുറച്ച് വയറൊക്കെ ഇങ്ങനെ സ്മൂത്ത്നെസ് കളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ചെറിയ ഇത്രയും ഫ്ലാറ്റായ ഒരു സംഭവത്തുമ്പോൾ എല്ലാം താങ്ങി പിടിച്ചിരുന്നു. കൂർത്തറ്റത്തിൽ നല്ല കൂർത്തിരിക്കുന്ന ആണി മാതിരിയിരിക്കുന്ന കൂർത്തറ്റത്തിലാണ് താങ്ങി പിടിക്കുക. അപ്പം ഇവിടെ താങ്ങി പിടിക്കുന്നത് വയറുമ്മയാണ് താങ്ങുന്നത്. എന്താ കൊച്ചു കൈ കാലൊക്കെ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ നിവർത്തിയൊക്കെ കാണിക്കും. അതിനൊക്കെ പതുക്കെ ആടിയൊക്കെ കാണിക്കും, വീഴില്ല. ഇങ്ങനെയൊക്കെ ആടിയൊക്കെ കാണിക്കും, ഇങ്ങനെയൊക്കെ ആടി കാണിക്കും. കൈ ഇങ്ങനെ നിവർത്തി കാണിക്കും, കാലും ഇങ്ങനെ നിവർത്തി പിടിക്കും, തലയും കാലും ഒക്കെ എന്നിട്ട് ഇങ്ങനെയൊക്കെ ആടി കാണിക്കും. അത് സർക്കസുകാരൻ്റെ ഒരു എന്താണ് കാണികളെ ത്രസിപ്പിച്ചിരുത്താനുള്ളൊരു കഴിവാണ്. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കാടും. നമ്മൾ ആയിരിക്കും ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞു വീഴില്ല. അതായത് എൻ്റെ പ്രാക്ടീസാണ്. നമ്മൾ ഈ TV കണ്ടിട്ടില്ലേ, ചില എന്താണ് ചില പ്രത്യേക ഡാൻസൊക്കെ നമ്മൾ കിടുങ്ങിപ്പോകും അല്ലേ. ഇങ്ങനെയൊക്കെയാണ് തലകുത്തിയൊക്കെ പറഞ്ഞൊക്കെ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ TV-യിൽ? എന്താണ് അതിന് പറയുന്നത്? അല്ല, ഇതൊരു പുതിയ പേരുണ്ടല്ലോ ആ സ്പോർട്സിന്. ജിംനാസ്റ്റിക്സ് ആണ്. ഇങ്ങനെ കറങ്ങിയേക്കുമല്ലേ, ഒരു വിരലിലൊക്കെ നിന്ന് ഇങ്ങനെ കറങ്ങിയേക്കും. ഡാൻസ് കളിക്കുമ്പോൾ ഉപ്പുവീട്ടിലൊക്കെ എന്തൊരു കറങ്ങിക്കുമ്പോൾ അത് കൈകൂത്തി ഇങ്ങനെ ചാടും. അത് തിരിഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഡാൻസ് ചെയ്യും. അപ്പോൾ ജിംനാസ്റ്റിക്സ് ആണ്, ജിംനാസ്റ്റിക്സ്. അപ്പോൾ ഞാൻ പറയുന്നത് സർക്കസിലെ കുട്ടി ഇങ്ങനെ നിൽക്കുന്നത് എവിടെയായി കുട്ടിയെ താങ്ങി പിടിച്ചേക്കണേ? വയറിൽ. ഈ വയറിൻ്റെ പ്രത്യേകത എന്താ? വയറായതുകൊണ്ടാണോ അങ്ങനെ വീഴാൻ നിൽക്കുന്നത്? എന്നാൽ അല്പം മാറ്റിയാണ് താങ്ങി പിടിച്ചേക്കണമെങ്കിൽ കുറച്ച് വീഴും, കുട്ടി മറിഞ്ഞ് വീഴും. താഴേക്ക് മാറ്റി പിടിച്ചാലും ഇങ്ങോട്ട് മാറ്റി പിടിച്ചാലും മറിയും. കാരണം സെൻറ്റർ ഓഫ് മാസിലല്ല താങ്ങിയേക്കണം. സെൻറ്റർ ഓഫ് മാസിൽ താങ്ങി നിർത്തുകയാണെങ്കിൽ ഞാൻ ഈ ബുക്ക് അങ്ങനെ താങ്ങി പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ലെറ്റ് മീ ചെക്കപ്പ് വെദർ ഐ ക്യാൻ സപ്പോർട്ട്. ഞാനിപ്പോൾ കൂർത്ത ഈ പേനയുടെ അറ്റത്ത് നിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനത്ര എക്സ്പെർട്ട് അല്ല അതിന്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. യെസ് യെസ് യെസ്. ഇപ്പം ഞാൻ ഈ ബുക്ക് താങ്ങിയേക്കണ ഈ റീഫിൽ ഇട്ടേക്കണ പേനയുടെ റീഫിലും വേണം. ആ ഫാൻ്റെ സ്പീഡിൽ അല്ല, ഫാൻ്റെ കാറ്റിൽ കുറേശ്ശെ കറങ്ങുന്നുണ്ട്. വെരി ഗുഡ്.
അപ്പം ഞാൻ ഈ താങ്ങി പിടിച്ചാണ് പോയിന്റ് ഏതാന്ന് പറയാമോ? ഈ ബുക്കിനെ സംബന്ധിച്ചിടത്തോളം സെൻറ്റർ ഓഫ് മാസ്. ആ കൊച്ചിൻ്റെ വയറിന് തുല്യമായ സ്ഥലമാണത്. ഇവിടെ ഒരു കൊച്ചുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അപ്പോൾ ആ താങ്ങി പിടിച്ചാണ് പോയിന്റ് സെൻറ്റർ ഓഫ് മാസ്. CM എന്ന് നമ്മൾ പറയും. CM ആരാ? CM ചീഫ് മിനിസ്റ്റർ അല്ല. CM ആരാ? CM സെൻറ്റർ ഓഫ് മാസ്. ഷോർട്ട് ഫോമിൽ ഞാൻ CM എന്ന് എഴുതിനി. CM സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് താങ്ങി പിടിച്ചേക്കണത് ഈ ബുക്കിൻ്റെ CM-ലാണ്, ബുക്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ് താങ്ങിയേക്കണേ. ഒരു പേനയുടെ തുമ്പത്താണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ വളരെ കെയർഫുള്ളാണ്. ഇടത്തെ കൈ കൊണ്ടാണ്, എനിക്ക് ഇടത്തെ കൈ സ്വാധീനം കുറവാണ് വലത്തെ കൈയേക്കാൾ. എന്നാൽ പോലും എനിക്കിങ്ങനെ താങ്ങി പിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെയൊക്കെ ആടിയാലും അല്ലേ, കൊച്ചി ഇങ്ങനെ ആടും ഇങ്ങനെ ആടുന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അതേമാതിരി ബുക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ താങ്ങി പിടിച്ചേക്കുന്ന പോയിന്റിൻ്റെ പേരാണ് CM. ആ CM അവിടെ അല്ല കേട്ടോ, ഇതിന് തുല്യമായ ഒരു പോയിന്റ് മുകളിലുണ്ട്. മറിച്ച് പിടിച്ചാൽ നമുക്കിതിനെ താങ്ങി പിടിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ആ പോയിന്റും ഈ പോയിന്റിനോട് യോജിപ്പിക്കുന്ന ആ വരാന്ന് പറയുന്നത് തിക്നെസ് ആണ്. അതിൻ്റെ ഉള്ളിൽ പോയിന്റ് എടുക്കണം, ആ തിക്നെസ്. അപ്പോൾ അത് ഉള്ളിൽ ഇതെവിടെയായിട്ട് ഉള്ളിൽ ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് ആ തുളഞ്ഞു കയറുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ താങ്ങി പിടിച്ചത്. ഇപ്പറയാണ് എനിക്ക് ഇവിടെ താങ്ങി പിടിക്കേണ്ടി വരും. അത് യോജിപ്പിക്കുന്ന വരയ്ക്ക് എത്ര നീളമുണ്ട്, ഈ തിക്നെസ് എത്രയാണ്, അത്ര നീളമുണ്ട്. അതിന് മിഡിൽ പോയിന്റ് എടുത്താൽ അതാണ് CM. അല്ലാണ്ട് ഈ കാണിച്ചുള്ള പോയിന്റ് അല്ല CM എന്ന് പറയും. അത് ബുക്കിൻ്റെ പുറത്തല്ലേ, ഇപ്പറയായാലും ബുക്കിൻ്റെ പുറമെയാണ്. CM അത് ബുക്കിൻ്റെ അകത്താണ്, അത് ഈ സെൻറ്ററിലായിട്ട്. അപ്പൊ സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലത്തിന്റെ പേരാണ് K. അതിന്റെ പേര് റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പൊ ആറിന് K ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു കേട്ടോ. വാട്ട് ഇസ് K എന്ന് ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞു. K ഈസ് റേഡിയസ് ഓഫ് ജൈറേഷൻ. എന്താണ് വാക്ക്? ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, എഴുതി വെച്ചോളൂ. K ഈക്വൽ ടു റേഡിയസ് ഓഫ് ജൈറേഷൻ. എന്താ K എന്ന് ഇനി പറയണം, ഇവിടെ പൂർത്തിയാവുള്ളൂ, ആ വീഡിയോ അപ്പോൾ പൂർത്തിയാവുള്ളൂ. K ഈസ് റേഡിയസ് ഓഫ് ജൈറേഷൻ. റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് വെച്ചാൽ ഞാനത് നമ്മുടെ പടത്തിൽ കാണിക്കാം, അപ്പോൾ മനസ്സിലാവുള്ളൂ. ഞാനിവിടെ CM കാണിക്കാൻ പോണേ. ഈ ഇവിടെയാണ് CM, ഇവിടെയാണ് CM എന്ന് എഴുതി വയ്ക്കാൻ പോണേ. എന്താ CM? സെൻറ്റർ ഓഫ് മാസ്. അവിടേക്കുള്ള ഒരു അകലം ഞാൻ അടയാളപ്പെടുത്താൻ പോണേ. ആ CM-ലേക്ക് ഒരു ദൂരം ഞാൻ മാർക്ക് ചെയ്യട്ടെ. എവിടെ നിന്ന്? O എന്ന പോയിന്റിൽ നിന്ന് തന്നെ CM-ലേക്കുള്ള അകലം മാർക്ക് ചെയ്തിട്ടോ. ഈ അകലത്തെ ഇവിടെ ഞാൻ K എന്ന് വിളിക്കണം. സെൻറ്റർ ഓഫ് മാസിൻ്റെ അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന മാസിനെ M എന്ന് വിടുന്നത്. CM ഞാൻ എഴുതിയത് സെൻറ്റർ ഓഫ് മാസ്, എന്ന് എഴുതിയത് ആ സെൻറ്റർ ഓഫ് മാസിൽ ഈ ബോഡിയുടെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 5 കിലോ മാസാണ്, ഇത് 5 കിലോ ആണ്. ഈ ബുക്കിന് 50 ഗ്രാം മാസാണെങ്കിൽ 50 ഗ്രാമാണ്. ഈ പേനയ്ക്ക് 10 ഗ്രാം മാസാണെങ്കിൽ 10 ഗ്രാമാണ്. ബോഡിക്ക് ഷേപ്പ് എന്താവട്ടെ, അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാവുന്ന ഒരു പോയിന്റ് ബോഡിയിൽ എവിടെയാണോ ആ പോയിന്റിന്റെ പേരാണ് CM, സെൻറ്റർ ഓഫ് മാസ്. ആ അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന മാസ് എത്ര ഗ്രാം ആണോ അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ആണോ, ഈ കുപ്പിയാണെങ്കിൽ കുപ്പിക്കൊരു മാസ് ഉണ്ട് വിത്ത് വാട്ടർ ഇൻസൈഡ്, കുപ്പിക്കൊരു മാസ് ഉണ്ട്. ആ മാസ് അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാമോ, അതാണ് ഈ കുപ്പിയുടെ സെൻറ്റർ ഓഫ് മാസ്. കുപ്പിക്ക് ഷേപ്പില്ലാത്ത കാരണം സെൻറ്റർ ഓഫ് മാസ് കൃത്യം പകുതിയിലാവണമെന്നില്ല. കുപ്പിക്ക് ഇവിടെ വരുമ്പോൾ വണ്ണം കുറവാണ്, ഇവിടെ വരുമ്പോൾ വണ്ണം കുറവാണ്, ആ താഴെ വണ്ണം കൂടുതലുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈ മിഡിലിൻ്റെ താഴെയായിട്ട് സെൻറ്റർ ഓഫ് മാസ്. പ്രത്യേകിച്ച് ഒരു വെള്ളമുണ്ട്, വെള്ളം കിടക്കുന്ന അടിയില്ല. അത് ഇങ്ങനെ പിടിക്കുമ്പോൾ കുഴപ്പമില്ല, അപ്പോൾ വെള്ളത്തിൻ്റെ എഫക്റ്റ് ഏറെക്കുറെ സ്പ്രെഡായിപ്പോയി. ഇങ്ങനെ പിടിക്കുമ്പോൾ വെള്ളം മുഴുവൻ താഴേക്ക് നീങ്ങി. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഏതാണ്ട് ഇവിടെ ആയിട്ട് വെള്ളത്തിൻ്റെ കൂടി എഫക്റ്റ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഇപ്പോഴും സെൻറ്ററിലായിരിക്കില്ല, കുറച്ച് നീങ്ങി. വെള്ളം പലത് നടക്കുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റ് ഏറെക്കുറെ സെയിം. അപ്പോൾ ഓരോ ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് സെൻറ്റർ ഓഫ് മാസ് മാറ്റം വരും. സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള അകലത്തിൻ്റെ പേരാണ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അപ്പോൾ റേഡിയസ് ഓഫ് ജൈറേഷൻ നോട്ട് ചെയ്തു. റേഡിയസ് ഓഫ് ജൈറേഷൻ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രോം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. റേഡിയസ് ഓഫ് ജൈറേഷൻ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി CM, ഡിസ്റ്റൻസ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. Radius of gyration is the distance of the center of mass from the axis of rotation. 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 ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് കൂടി ഓർത്ത് വെച്ചോ. മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. യൂണിറ്റ് ഓഫ് I ഹെഡിങ് ഇട്ടിട്ട് kg × മീറ്റർ സ്ക്വയർ. ഇങ്ങനെ വന്നേ, ഇവിടെ നോക്കിയാൽ പിടി കിട്ടും. മാസ് പറഞ്ഞാൽ കിലോഗ്രാമിൽ,
ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചത്. സെന്റർ ഓഫ് മാസിലേക്ക് ഇവിടുന്നുള്ള അകലം ഡിസ്റ്റൻസ്. അതാണ് താങ്ങി പിടിച്ച പോയിന്റ്. ആ ബോഡിയെ സംബന്ധിച്ച് വീഴാതെ താങ്ങി പിടിക്കാവുന്ന പോയിന്റാണ് ഈ പോയിന്റ്. നമ്മുടെ ഇവിടെ ചരിയാണ്ട് മറിയാണ്ട് വീഴാണ്ട്. അതാണ് CM. CMലേക്ക് അളക്കുന്ന ദൂരമാണ് K. Kയുടെ പേരാണ് റേഡിയസ് ഓഫ് ജനറേഷൻ. അത് ദൂരമായതുകൊണ്ട് അതിന് മീറ്ററിൽ എഴുതാം. അപ്പോൾ ദൂരത്തിന്റെ സ്ക്വയർ മീറ്റർ സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് കൂടി. ഇന്നങ്ങനെ നിൽക്കട്ടെ. ഉച്ചയ്ക്ക് വേറെ ക്ലാസ്സൊക്കെ ഉണ്ട്. നമുക്ക് ഊണൊക്കെ വെച്ച് റെഡി ആവണം. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. ചാപ്റ്റർ തുടക്കത്തിലേ പഠിച്ചു പോകണം. അല്ലെങ്കിൽ കുഴപ്പം അങ്ങോട്ട് ചെല്ലുന്തോറും എളുപ്പമുള്ള ചാപ്റ്ററാണിത്. ഗ്രാവിറ്റേഷനേക്കാളും എളുപ്പമാണ് ഈ ചാപ്റ്റർ. എന്നാലും ബേസ് ഇട്ട് തന്നെ പോകണം ആദ്യമേ. അടുത്ത ക്ലാസ്സിൽ നമുക്കിതൊരു 5-6 ക്ലാസ്സെങ്കിലും വേണ്ടി വരും ഈ ടോപ്പിക്ക് മൂവ് ചെയ്യാനായിട്ട്. 6 പോരാ, എന്നൊക്കെ കൂടുതൽ വേണം. ഇതേമാതിരി ഒരു 6-7 ക്ലാസ് വേണ്ടി വരും. എന്നാലും ഈ ചാപ്റ്റർ ചെയ്യും കേട്ടോ. 6-7 ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരും. നമ്മൾ സ്ലോ ആയിട്ട് തന്നെ പോകണം. സമയമൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കുന്ന. അപ്പോൾ കഴിഞ്ഞ പോർഷൻസൊക്കെ പരീക്ഷകളിൽ ഞാൻ മാർക്ക് വെച്ച് ഇട്ടിരുന്ന കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ പരീക്ഷകളിൽ 6 മാർക്ക് ഇട്ടിരുന്ന കണ്ടോ? എഴുത്തിൽ കുറച്ചുകൂടി ബ്യൂട്ടി കൊണ്ടുവരാൻ ചില ആരുടെ മാർക്ക് വരാത്തത്, ആവടിയുടെ മാർക്ക് ഉള്ളത്. എനിക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പരീക്ഷകളുടെ ഇടയ്ക്ക് എഴുതാത്ത ആൾക്കാരെ ഞാൻ വാല്യൂ ചെയ്തിട്ടില്ല കേട്ടോ. മാറ്റി വെച്ചേക്കാം. എൻ്റെ 2-3 മാർക്കുള്ള ആൾക്കാരെ ഞാൻ ആൾമോസ്റ്റ് ഒരെണ്ണമൊക്കെ എഴുതിയിട്ടില്ലെങ്കിൽ ജെന്യുവൻ റീസൺ. ബട്ട് ഇഫ് യു ആർ നോട്ട് സീരിയസ്ലി റൈറ്റിംഗ് ദ എക്സാം ദെൻ വി വിൽ ടേക്ക് എ കോൾ. നമ്മളത് ഒരു ആക്ഷൻ എടുക്കും കേട്ടോ. എക്സാം വെരി ഇമ്പോർട്ടൻ്റ് എവറി ഡേ. ഇത് പ്രിപ്പയർ തന്നെ പോകണം. സ്കൂള് തുറക്കില്ലായിരിക്കും, തുറന്നാലും തുറന്നില്ലെങ്കിൽ കുറിച്ച് പറയില്ല. എക്സാം വെരി ഇന്നത്തെ എക്സാം പഠിക്കുക. ഉച്ചയ്ക്ക് നമുക്ക് പഠിക്കുക. നാളെ പറഞ്ഞത് ജിബിൻ സാറിൻ്റെ ക്ലാസ് 11 കേട്ടോ. റെക്കോർഡിംഗ് ആണ് സാറില്ല.